ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രൈഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അതിൻ്റെ കൂടെ ഞാനൊരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറിയാണ്, ചെമ്മീൻ കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ എല്ലാ ദിവസവും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു. അന്ന് പുറത്തൊന്നും പോയില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി, പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിൽ കയറി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. മുട്ടക്കറിയുടെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഒരു മുട്ടക്കറി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊരു 3 ഓപ്ഷൻ വരും, അതിൽ ആളെന്നുള്ള ഒരു ഓപ്ഷനും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കിച്ചണിലെ പരിപാടി എന്ന് പറയുന്നത് ചായയടക്കം തന്നെയാണ്. അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കുക്കറിൽ മുട്ട പുഴുങ്ങുന്നൊരു രീതി നമ്മുടെ മിയ ചെയ്തിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് വരെ നമ്മൾ സാധാരണ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മിയ ചെയ്ത് കണ്ടതിന് ശേഷമാണ് കുക്കറിൽ ചെയ്ത് തുടങ്ങിയത്. അപ്പം പിന്നെ ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുട്ട റെഡിയാക്കി കിട്ടും. എളുപ്പത്തിന് തന്നെ മുട്ട അവിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്കാണ് കുക്കറിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ സുമിചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കൂടെ അടുക്കളയിൽ വരും. ഇപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് തന്ന് മുട്ടക്കറി റെഡിയാക്കിയത് സുമിചേട്ടനാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മുട്ടക്കറി, അപ്പവും ചായയും. അപ്പോൾ കണ്ണനൊക്കെ റെഡിയായി. കണ്ണൻ റെഡിയായില്ല, ഉറക്കൊണിച്ചിട്ട് വന്ന് നിൽക്കുന്ന രംഗമാണ്. ഉറക്കൊണിച്ച് വരുന്നതേ ഉള്ളൂ. രണ്ടാളും കാത്തു ഫ്രഷായിട്ട് വന്നു, കണ്ണപ്പൻ ഫ്രഷാകാൻ പോയിരിക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എല്ലാവരും കിച്ചണിലായിരിക്കും. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ, അല്ലെങ്കിൽ കുക്കിംഗ് പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് അടിയും കാര്യങ്ങളായിട്ട് നമ്മൾ റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ളത് ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറിയും ചോറും കറികളും ആയിരുന്നു. അപ്പോൾ ആ ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചെമ്മീൻ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക്, ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വെക്കുന്ന ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിന് വെക്കുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുരിങ്ങക്ക, ഒരിടത്തരം മുരിങ്ങക്ക ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു വലിയ തക്കാളിയുടെ പകുതി, വലിയ തക്കാളി കൊണ്ട് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ അതെല്ലാം കഴുകി അരിഞ്ഞ് ഞാൻ ചെമ്മീൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. തേങ്ങ അരച്ചാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ ചട്ടിച്ചോറിൽ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. വറുത്തരച്ച് വയ്ക്കുന്ന ചെമ്മീൻ കറിയാണ്. അതുപോലെ ചെമ്മീൻ വരട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് ഞാനൊരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറച്ച് വേണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം അരച്ചെടുക്കാനുള്ളത്. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. അപ്പോൾ ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളമൊഴിച്ച് അതിൻ്റെ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വാളംപുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടംപുളി ചേർത്ത് കൊടുക്കാം. അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര കറിയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അടപ്പ് ഇതുപോലെ ഒന്ന് പകുതി തുറന്ന് വയ്ക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് മീൻ കറി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും, അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മീനൊക്കെ വറ്റി റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കും. ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് ചെമ്മീൻ കഴിക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെ പച്ചയ്ക്ക്, അതായത് വറുക്കാതെ അരച്ച് വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിന് ഒരു 10 മിനിറ്റിനകം തന്നെ നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്